കഴിഞ്ഞ ഒരാഴ്ചയോട്ട കാലം, the last week, we learned about the teacher is here. ഗുരു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ശക്തമായി നാം ഇരുന്ന് കേൾക്കാമെങ്കിൽ, ഗുരു വന്നിട്ടുണ്ട്. പക്ഷേ ഗുരു വന്നതുകൊണ്ട് കാര്യമായില്ല. ഗുരു വന്നതിന് പ്രയോജനം നടക്കണമെങ്കിൽ നീ ആ ഗുരുവിൻ്റെ പാദപീഠത്തിൽ മുട്ടുകുത്തിയിരിപ്പാൻ സഹായിക്കണം. നിനക്കിടയാകണമെങ്കിൽ ആ ഗുരു വന്നതൊക്കെ നടക്കും. അതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ അതിൻ്റെ മോറൽ, അതിൻ്റെ സാരാംശം അതായിരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ ആ സാന്നിധ്യം മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യമില്ലായിരുന്നു എന്ന് പറയരുത്. There is a presence of God, but it is our responsibility to feel and accept and receive it. Praise God. ഞാൻ ചിന്തിച്ചപ്പോൾ നാം ചിന്തിച്ചു, മാർത്തയും മറിയയും ലാസറും എത്ര ക്ലോസ് ആയിരിക്കുന്ന ഒരു ഫാമിലി എന്നറിയാമോ? ആഹാരം കഴിച്ചിട്ടുണ്ട്, വചനം കേൾക്കാൻ തക്കവണ്ണം ഇരുന്ന് തന്ന ഒരു കുടുംബം. അങ്ങനെ എല്ലാ രീതിയിലും കർത്താവ് അതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ഭവനത്തിൽ കയറി ആഹാരം കഴിക്കാറുണ്ട്, വിശ്രമിക്കാറുണ്ട്, വചനം പറയാറുണ്ട്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന, യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബം കൂടെയായിരുന്നു. എന്നാൽ അൺഎക്സ്പെക്റ്റഡ്ലി ഒരു അനർത്ഥം ആ ഭവനത്തിൽ സംഭവിച്ചു. എന്നാൽ മറിയ ഗുരു നിന്ന സ്ഥലത്ത് പോയിട്ട് അവൻ്റെ പാദത്തിൽ വീണു, നമസ്കരിച്ചു. അപ്പോഴാണ് ആ ടീച്ചർ അകത്തേക്ക് വരേണ്ട സ്ഥലത്ത് വന്നു, വെച്ചിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു, അഴിക്കേണ്ടതൊക്കെയും അഴിക്കുവാൻ പറഞ്ഞു. ഒരു വലിയ വിടുതൽ നടന്നതായിട്ട് അവിടെ നമുക്ക് കാണാം. എന്നാൽ ഈ ഗുരു വന്ന ചില സ്ഥലങ്ങൾ കൂടെ ഇന്നലെ പകൽക്കാലം ചിന്തിപ്പാൻ തക്കണിടയാകട്ടെ. Wherever this teacher came, the miracle happened in every place. Praise God. Hallelujah. Mark chapter 5 verse 21 to 23. അവിടെ 12 വയസ്സായ ഒരു മകളുണ്ടായിരുന്നു. ഒരാൾക്ക് ഒന്ന് യേശു വീണ്ടും പടകിൽ കടന്നു ഇക്കരെ വന്നു. ഒരു ഭയങ്കര ക്രൗഡ് അവിടെ വന്നുകൂടി. പള്ളി പ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു. ഈ പള്ളി പ്രമാണി ആരാ? ഈ പള്ളി പ്രമാണി സിനഗോഗിൻ്റെ ഓഫീഷ്യൽ. പലപ്പോഴും ഈ പ്രമാണി എന്നുള്ളതിൻ്റെ മായങ്ങ് എടുത്തു കളഞ്ഞാൽ എന്തായിരിക്കും? പ്രാണി. പ്രമാണിയെ പ്രാണിയാക്കുന്ന ദൈവമാകട്ടോ. ഒരു മായിലാണ് നിൽക്കുന്നത്. അത് മലയാളത്തിൻ്റെ ഒരു അർത്ഥമാകട്ടോ. നിസ്സാരമെന്ന് വിചാരിക്കരുത്. ഒരൊറ്റ ആശം പോയാൽ സംഭവം നേരെ തിരിഞ്ഞു. പ്രമാണിയെ പ്രാണിയാക്കും. ഈ പ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരുത്തൻ വന്നു. യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്നു. അവനെ കണ്ടിട്ട് കാൽക്കൽ വീണു. അപ്പം ഈ കാൽക്കൽ വീഴേണ്ട ആവശ്യമുണ്ടോ? കാര്യങ്ങളൊക്കെ ഒന്നങ്ങ് പറഞ്ഞിട്ട് പോയാൽ പോരെ? ചോദ്യം ഒന്ന്. കാൽക്കൽ വീഴാതെ കാര്യം പറഞ്ഞാൽ കേൾക്കുന്ന ആളല്ലയോ നമ്മുടെ കർത്താവ്. കാൽക്കൽ വീഴുന്നതിൻ്റെ സൈൻ എന്ന് പറയുന്നത് നിൻ്റെ സമർപ്പണത്തെയും നിൻ്റെ വിശ്വാസത്തെയും കാണിക്കുന്നതാണ്. അല്ലാതെ യേശുവിൻ്റെ കാലെ തൊട്ടാലേ സൗഖ്യം വരൂ എന്നൊന്നും വേദോസ്തവം പഠിപ്പിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ സിമ്പിൾ അത്രയേ ഉള്ളൂ. യുവർ ഹംബിൾനെസ് ആൻഡ് യുവർ സബ്മിഷൻ ആൻഡ് യുവർ ബിലീവ്. നിൻ്റെ വിശ്വാസവും നിൻ്റെ സമർപ്പണവും
ദൈവം നോക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരുവൻ്റെ കാലിൽ വീഴണമെന്നുണ്ടെങ്കിൽ എന്നെക്കാട്ടിലും വലിയവനാണ് ഈ നിൽക്കുന്നതെന്നൊരു ബോധമുണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ. ആ ബോധമുണ്ടെന്നുള്ളത് ദൈവത്തിന് വ്യക്തമായി, യേശുവിന് വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ അവിടെ ചില വിടുതൽ സംഭവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മധ്യത്തിലുള്ള ദൈവസാന്നിധ്യം നമ്മളെക്കാട്ടിലും വലുതാ. ഹല്ലേലൂയ. നാം നനയ്ക്കുന്നതിനെക്കാട്ടിലും അപ്പുറത്ത് ചെയ്തെടുക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് പാസ്റ്ററിൽ കൂടെ അല്ല വരുന്നത്, എറമ്പല്ലിക്കുന്ന വിശ്വാസിയിൽ കൂടെ അല്ല വരുന്നത്, പാട്ടിൽ കൂടെ അല്ല വരുന്നത്, ഒന്നിലും കൂടും അല്ല വരുന്നത്. അത് ഓൾറെഡി ഉണ്ട് ഇവിടെ. പ്രൈസ് ഗോഡ്. അത് രുചിച്ചറിയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളിരിക്കുന്ന ആത്മാവിൻ്റെ വലിപ്പവും ആ അട്രാക്ഷനും അനുസരിച്ചിരിക്കും ദൈവ സാന്നിധ്യം നാം ഒബ്സർവ് ചെയ്യുന്നത്, അതിനെ റിസീവ് ചെയ്യുന്നത്, അതിനെ ഫീൽ ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. നമ്മൾ കേട്ടിട്ടില്ലേ, പലതും പല സഭകളിലും പറയാറുണ്ട്, ഒരു സുഖവുമില്ല എന്ന്. ഒരു പ്രത്യേകമായിട്ടൊന്നുമില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളില്ല എന്ന് ഞാൻ പറയില്ല. എല്ലാം അതിൽ ഉണ്ട്, എല്ലാം വേണം. ആരാധനയ്ക്ക് ആരാധന വേണം, സമർപ്പണത്തിന് സമർപ്പണം വേണം. എന്നാൽ അതിലൊക്കെ ഒരു കാര്യം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്, ഒരു ഫീലിംഗും ഉണ്ടാകത്തില്ല. പ്രൈസ് ഗാഡ്. നമുക്ക് ഈ എൻ്റെ പ്രിയൻ എന്നൊക്കെ പറയണമെങ്കിൽ എന്തായിരിക്കും എന്നറിയാമോ? ആ ഒരു ഇൻറ്റിമസി ലവ് അല്ലേ? അകത്തുനിന്നൊരു വലിയ സ്നേഹം വരണം. എന്നാൽ ഒരു കണ്ടീഷൻ ലവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാണ്, ഇട്ടിട്ടും പാനൊക്കത്തില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതൊരു ലവ് അല്ല ആക്ച്വലി, അതൊരു ഷോ അപ്പാണ്, അതൊരു ഉത്തരവാദിത്വത്തിൻ്റെ ലവാണ്. എന്നാൽ അങ്ങനെയല്ല ക്രിസ്തുവുമായിട്ടുള്ള ലവ് എന്ന് പറയുന്നത്. ആ അകമഴിഞ്ഞ സ്നേഹം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ, നീ വിടുവിച്ചാലും ഇല്ലെങ്കിലും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാലും ഇല്ലെങ്കിലും, യു ആർ മൈ ലോർഡ്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ, എനിക്ക് അപ്പ നീ മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗാഡ്. യായിറോസിൻ്റെ ഭവൻ, യായിറോസ് അല്ലെങ്കിൽ ആ ഭവനത്തിൽ നിന്ന് വന്ന ഈ കാൽക്കലൊക്കെ വീണ സമയത്ത് അവരൊക്കെ കാശുള്ളവരാകാൻ സാധ്യതയുണ്ട്. അന്നേരത്തെ ഇതനുസരിച്ച് ദേ ഹാവ് മേ ബി ഗുഡ് ഡോക്ടേഴ്സ്, ഗുഡ് മെഡിസിൻ. അന്നേരത്തെ കാലത്തനുസരിച്ച് എല്ലാം ചെയ്യാൻ പ്രാപ്തിയുള്ളൊരു കുടുംബമാകാൻ സാധ്യതയുണ്ടാകും. എന്നാൽ ഇതൊന്നും ചെയ്തിട്ടും ഇതിൻ്റെയൊക്കെ അങ്ങേ അറ്റത്ത് പോയി കഴിഞ്ഞിട്ടും യാതൊരു രക്ഷയുമില്ലെന്നറിഞ്ഞപ്പോഴാണ് ഈ ഗുരു വന്ന കാര്യം അറിയുന്നത്. അപ്പോൾ ഈ ഗുരുവിൻ്റെ പാദപീഠത്തിൽ സ്തോത്രം വീണു, നമസ്കരിച്ചു. എന്നിട്ട് പറയുക, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിൽ നീ വന്ന് അവിടെ മേലൊന്ന് കൈവെക്കണമേ എന്ന് അപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ കൈവപ്പിനൊരു പ്രത്യേകതയുണ്ട്, ഈ കർത്താവിൻ്റെ വരവിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിളിച്ചാൽ വരുന്ന ഒരു കർത്താവിനെ നാം സേവിക്കുന്നത്. നമ്മുടെ ഭവനത്തിൽ ഒന്ന് വിളിച്ചു നോക്കിക്കേ, അപ്പാ ഐ നീഡ് യുവർ പ്രസൻസ്, അവൻ വരും. ആരാധനയൊന്ന് വിളിച്ചു നോക്കിക്കേ, അപ്പാ ഐ നീഡ് യുവർ പ്രസൻസ്. ഹല്ലേലൂയ. എൻ്റെ കഷ്ടതയിലൊന്ന് വിളിച്ചു നോക്കിക്കേ, ഹീ വിൽ കം ടു യു. നീ കിടക്കയിലായിരിക്കുമ്പോഴൊന്ന് വിളിച്ചു നോക്കിക്കേ, ഹീ വിൽ കം ടു യു. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. യായിറോസിൻ്റെ ഭവനത്തിൽ സ്തോത്രം അവനെ വിളിച്ചപ്പോൾ അവന് ഹല്ലേലൂയ വിളിക്കുവാൻ വരാൻ അപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൻ്റെ കണ്ടിന്യൂഷൻ, ആ പോകുന്ന വഴിയിൽ ചില വിഷയങ്ങളുണ്ടായി, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അവിടെയാണ് ഒരു ലേഡിക്ക് ഹീലിംഗ് ഒക്കെ ഉണ്ടാകുന്നത്. എന്നാൽ അതിൻ്റെ 35 മുതലൊന്ന് വായിക്കാമോ? അപ്പം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ യായിറോസിൻ്റെ ഭവനത്തിൽ നിന്ന്, വള്ളിപ്രമാണിയുടെ ഭവനത്തിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പം കാരണം ഈ വരുന്ന യാത്രയിലാണ് ആ ഒരു ലേഡി ആ ഡ്രസ്സെ തൊട്ടതും അങ്ങനെ ഇച്ചിരി ബിസി ആയിപ്പോയി. എക്സ്പെക്റ്റ് ചെയ്ത സമയത്തല്ല കർത്താവ് വരാൻ പറ്റിയത്. പക്ഷേ ആ വിളിച്ചപ്പോൾ തന്നെ കർത്താവ് വന്നിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു പോയേനേയും. ഇറ്റ് ഈസ് ഡിലേയ്ഡ്. ഇത് താമസിച്ചു പോയി. വിവരം പറഞ്ഞു യേശുവിനോട്, പക്ഷേ യേശുവിൻ്റെ പ്രസൻസ് ആ ഭവനത്തിൽ വരാൻ തടസ്സം വന്നു. പക്ഷേ ഈ തടസ്സം വന്നത് വേറൊരു വിടുതലായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇവിടെ ഇങ്ങോട്ട് വരാൻ ഇച്ചിരിയും കൂടെ വഴി താമസമുണ്ട്. ദൈവമക്കളൊരു കാര്യം മനസ്സിലാക്കണം, നാം ആഗ്രഹിക്കുകയും വിളിക്കുകയും പറയുകയും ചെയ്യുമ്പോഴൊന്നും മറുപടി കിട്ടിയില്ലെങ്കിലും
നിൻ്റെ ഭവനത്തിൽ കർത്താവ് ഇറങ്ങുന്ന ഒരു ദിവസമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ കർത്താവ് വരുന്ന ഒരു ദിവസമുണ്ട്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അറിയാമോ? നിന്നെക്കാട്ടിലും കഷ്ടതയിലായ ഒരുത്തൻ നിലവിളിക്കുന്നുണ്ട്. നിന്നെക്കാട്ടിലും രോഗശൈലിയിലായി കിടക്കുന്ന ഒരുവനുണ്ട്. നിന്നെക്കാട്ടിലും ഭാരം അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ നിൻ്റെ വീട്ടിലും വരും കേട്ടോ. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം വരും. നിൻ്റെ വിളിക്ക് ദൈവം വരും. അവൻ മറഞ്ഞിരിക്കത്തില്ല. ദൈവത്തിനും സ്തോത്രം. എൻ്റെ കർത്താവ് വിചാരിക്കത്തില്ല, യായിറോസേ ഹല്ലേലൂയ 12 വയസ്സുള്ള കൊച്ച് അവിടെ കിടക്കട്ടെ, ഇപ്പോൾ ഇവിടെ വലിയ പുരുഷാരമുണ്ട്, ഇപ്പോൾ ഒരു ദൈവശക്തി എന്നിൽ നിന്ന് വ്യാപരിച്ചു എന്നും പറഞ്ഞ് അവിടെ ചെലവാക്കി മാത്രം നിൽക്കുന്ന ദൈവമല്ല നാം വിളിക്കുന്ന കർത്താവ്. അവൻ വിളിച്ചവൻ്റെ വീട്ടിൽ വരുന്നവനാകട്ടോ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവിടെ വന്നിട്ട് ഹല്ലേലൂയ പറയുകയാണ്. ആൾ വന്നിട്ട് പറഞ്ഞു, മോള് മരിച്ചുപോയി, ഇനിയും ഈ ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്. അവിടെയും ഒരു ടീച്ചറാണ് അവർ കണ്ടത്. ഈ ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്. ദൈവത്തിന് മഹത്വം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട, യു ജസ്റ്റ് ട്രസ്റ്റ്, ഹല്ലേലൂയ, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്താ യേശുവപ്പ, എന്താ ഗുരു ഞാൻ വിശ്വസിക്കേണ്ടത്? ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്? വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് പറയാൻ എളുപ്പമാണ്. എൻ്റെ വീട്ടിലെ മോള് മരിച്ചുപോയി, നിങ്ങൾ പറയാം അങ്ങ് വിശ്വസിച്ചാൽ മതിയെന്ന്. ദൈവമക്കളെ, വിശ്വസിക്കാൻ ഭാരമുള്ള വിഷയവും വിശ്വസിക്കണം കേട്ടോ. വിച്ച് യു ഫീൽ ഇസ് ഇംപോസിബിൾ, റിമെമ്പർ അവർ ലോർഡ് ഏബിൾ ടു ഫുൾഫിൽ യുവർ ആപ്ലിക്കേഷൻ. ദൈവത്തിന് സ്തോത്രം. നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഹിം. അവന് നമുക്ക് പൂരിപ്പിക്കാൻ അറിയാത്ത സ്ഥലം, ബ്ലാങ്കായിട്ടുള്ള സ്ഥലം ആൻസർ കിട്ടാതിരിക്കുമ്പം എൻ്റെ പിതാവ് ആൻസർ തരുന്ന ദൈവമാണ്. ദൈവത്തിന് മഹത്വം. പലപ്പോഴും ആൻസർ ഇല്ലാതെ ഇതെങ്ങനെ ഒന്ന് ഫില്ല് ചെയ്യും, എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊണ്ടുപോകുമെന്ന് വിചാരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. രാത്രിയുടെ യാമങ്ങളിൽ ഹല്ലേലൂയ, നിൻ്റെ കണ്ണുനീരിൽ നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നിൻ്റെ സഭാരാധനയിൽ, നീ ദൈവസഭയിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നീ എവിടെ അല്പസമയം ചെലവഴിക്കുന്നോ, ഹല്ലേലൂയ എൻ്റെ ദൈവം ആ ഭാഗം നിനക്ക് വേണ്ടി ഫില്ല് ചെയ്യുന്ന ദൈവത്തെയാ നാം ഒരുമിച്ച് സേവിക്കുന്ന ജീവനുള്ള കർത്താവ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, പത്രോസും യാക്കോബും. അപ്പോൾ ഇവിടെ പറഞ്ഞത് നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, നത്തിങ് ഈസ് സീരിയസ്. പക്ഷെ സംഭവം സീരിയസാണ്. മാനുഷികമായ ദൃഷ്ടിയിൽ അത് സീരിയസാണ്. കൊച്ചു മരിച്ചുപോയി, ഇറ്റ്സ് കൺഫേംഡ്. എന്താ കാര്യം? കർത്താവ് വരാൻ ഡിലേ ആയി. പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ ഡിലേ ആയാലും സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും. നിന്റെ പ്രാർത്ഥനയ്ക്ക് 2 ആഴ്ച എടുത്താലും 1 വർഷം എടുത്താലും 6 മാസം എടുത്താലും മറുപടി നിനക്കുണ്ട് കേട്ടോ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് മഹത്വം. ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേറൊരു റിബൽ ചിന്തയുണ്ടാവും കേട്ടോ. ദുഷ്ടൻ പറയും, ഇതൊക്കെ പറയുന്നവർക്ക് പറയാം, എത്ര നാളായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട്. ഇത് കൊണ്ടെത്തരും അവൻ. എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരുവനാണ് ഇന്നലെ രാത്രി നാം പഠിച്ചവൻ. ഇന്നലെ രാത്രിയിൽ നാം പഠിച്ചില്ലേ ഒരു വ്യക്തിയെക്കുറിച്ച്? അവൻ്റെ പദ്ധതി നാം പോസിറ്റീവ് ചിന്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുമ്പോഴും ഈ പുള്ളി നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് തന്നുകളയും. അതിന് നമുക്ക് കുറച്ച് പ്രീവിയസ് എക്സ്പീരിയൻസും ഒത്തിരി നമ്മളിത് കണ്ടതാ, ഒത്തിരി കേട്ടതാ, ഒത്തിരി ഞങ്ങൾ പ്രാർത്ഥിച്ചതാ, അങ്ങനെയുള്ള ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവന്നിട്ട് നമ്മളെ ഒരുമാതിരി സപ്രസാക്കി കളയും. നമ്മൾ പിന്നെ അതിലങ്ങ് നിൽക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം ഇതൊരു വിടുതലിൻ്റെ പകൽക്കാലമായി തീരണം. നമ്മളിങ്ങനെ പറയണമെന്നേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും I love you. I love you. You are my God. I love you. ദൈവത്തിന് സ്തോത്രം. ഇപ്പം ഈ വീട്ടിൽ ഈ കൊച്ചു മരിച്ചു കിടക്കുക. ആൾ പോയി പറഞ്ഞു, ഇനിയിപ്പം വന്നിട്ട് കാര്യമില്ല, വെറുതെ. കാരണം ഒരു ശുശ്രൂഷ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക, പലർക്കും അവിടെ വിടുതൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ എൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് ഓക്കെയാണ്, മരിച്ചുപോയല്ലോ. ദൈവമക്കളെ, നീ നിരാശപ്പെട്ട് കുത്തിടുന്ന, നീ ഹല്ലേലൂയ പീരീഡ് എന്ന് വെക്കുന്ന സ്ഥാനത്താണ് കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ദൈവത്തിന് മഹത്വം. എൻ്റെ ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തെ പരീക്ഷിക്കരുത്.
ഒരു പ്രാവശ്യം കൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ പറയട്ടെ, ഡോണ്ട് ട്രൈ ടു ടെസ്റ്റ് യുവർ ഗാഡ്. ഡോണ്ട് ട്രൈ ടു ടെസ്റ്റ് യുവർ ഗാഡ്. ദൈവത്തെ ബ്ലാങ്കായിട്ട് അങ്ങ് വിശ്വസിച്ചേക്കണം. അവൻ ചെയ്യും. ഇല്ലെങ്കിൽ നമുക്ക് പോലും ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോൾ പറയട്ടെ, ഒരു വലിയ അസുഖമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം എനിക്ക് ഒന്നും ചെയ്തില്ല. ഓക്കെ, ദെൻ യു ഡു ഇറ്റ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ലാസ്റ്റ് കയ്യിലാണ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ റിബലായി കഴിഞ്ഞാൽ എന്തുവാ? കർത്താവ് പറയും, ഓക്കെ ഡു ഇറ്റ്. നീ ആശ്രയം എന്നിലാ വെച്ചിരിക്കുന്നെങ്കിൽ ലീവ് ഇറ്റ് ടു മീ, ഐ വിൽ ഡു മൈ വിൽ. എൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യും. ദൈവത്തിന് മഹത്വം. എന്നിട്ട് ഇവിടെ വേറൊരു പ്രത്യേകത നമുക്ക് കാണാം. കുറച്ച് ശിഷ്യന്മാരെല്ലാം ഉണ്ട് കൂടെ കേട്ടോ. ശിഷ്യന്മാരെല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്. പക്ഷെ കർത്താവ് തിരഞ്ഞെടുത്തത് ആരെയാ? പത്രോസ്, യാക്കോബ്, സഹോദരനായ ബ്രദർ ജോൺ, മറ്റല്ലാതെ. അതെന്തോ ഒരു മോശം ഇടപാടാ അല്ലേ? ഞങ്ങളെ എല്ലാം ഒരുമിച്ചല്ലേ തിരഞ്ഞെടുത്തേ? ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് നീ അല്ലേ എടുത്തേ? അപ്പം ഇതിനകത്തെന്തോ ഒരു പന്തി പക്ഷാഭേദം കാണിക്കുന്നേ? അത് ശരിയല്ല. ഈ യേശു ആള് നല്ലതല്ല എന്ന് പറയുന്നവരും ചിന്തിച്ചവരും ഉണ്ടാകാം. അപ്പോൾ യേശുവിനെ നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാം, എന്താ ഈ പണി കാണിച്ചേ? മോശമല്ലേ? ഇവരും നിന്നോടൊപ്പം രാവിലെയും പകലും പടകിലും അക്കരയ്ക്കും ഇക്കരയ്ക്കും ഒക്കെ വന്നു പോകുന്നവരല്ലേ? വൈ യു ചൂസ് ഓൺലി ദിസ് 3 people? വാട്ട് അബൌട്ട് അതേഴ്സ്? എൻ്റെ കർത്താവിനൊന്നും പറയാനുണ്ട്. കർത്താവ് പറയും, ഞാൻ അവരെ വിളിച്ചെങ്കിലും വിശ്വസ്തരായി കാണുന്ന ഈ 3 പേരുണ്ട്. അവരെന്നോടൊപ്പം നിൽക്കും. അവർ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കും. അവരിൽ പകർത്തിരിക്കുന്ന ദൈവശക്തിയും അവരിലുള്ള വിശ്വാസവും മറ്റുള്ളവരിൽ അത്രയും വന്നിട്ടില്ല. ഇവർ വന്നു കഴിഞ്ഞാൽ ഇവർ വന്ന പോലെ ആകത്തില്ല. അതല്ലേ വാസ്തുത്തിൽ മറുപടി? അല്ലാതെ എന്തുവാ? ഇവരുടെ യോഗ്യത കൊണ്ടാണോ? അതോ ഇവർക്ക് 6 feet 6 inch ഉള്ളതാണോ? അതോ ഇവരുടെ ആ ബോഡി ബിൽഡ് കണ്ടുകൊണ്ടാണോ? ഇവരുടെ സൗന്ദര്യമാണോ? കാശാണോ? വണ്ടിയാണോ? ഏത് വകുപ്പിലാണ് ഇവരെ മാത്രം തിരഞ്ഞെടുക്കാൻ കാരണം? അതിന് കാരണം ഇത്രയുമേ ഉള്ളൂ. ദൈവമക്കളെ, എന്നെയും നിന്നെയും ദൈവം വിശ്വസ്തനായി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. പലരും ചിന്തിക്കാറുണ്ട്, എന്നെയും കൊണ്ടെന്താ ഇതൊന്നും നടക്കാത്തേ? എന്നെയും കൊണ്ടൊന്നും ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെയും കൊണ്ടൊന്നും നടക്കാത്ത. എന്താ നിൻ്റെയും കൊണ്ട് നടക്കാമെന്നറിയാമോ? നമ്മളത് പ്രൂഫ് ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം, പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയവരും ചിലരുണ്ട്. ഏതാ? ഗെത്സമനയിലെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയപ്പോഴേ നിങ്ങളോട് നിൽക്കി ഞങ്ങളൊന്ന് പോയിച്ചു വരാമെന്ന് പറഞ്ഞു. അതെന്തോ ഈ നിങ്ങളും ഞങ്ങളുമായിട്ടുള്ള വ്യത്യാസം? അത് രുചിച്ചറിയണമെങ്കിൽ ഫലം കൊണ്ട് രുചിച്ചറിയണം. ആ ഇൻറ്റമസി കൊണ്ട് രുചിച്ചറിയണം. ഓരോരുത്തരുടെയും ചരിത്രം എടുത്തറിയാം. ഈ പത്രോസ് കാല് മാറിയാലും ഇവൻ്റെ ഉള്ളിൽ പറയുന്നത്, അയ്യോ നീ ചാവല്ലേ, നിന്നെ കൊല്ലാൻ ഞാൻ സമ്മതിക്കത്തില്ല, നീ പോകത്തില്ല, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാ. ഒരു പ്രാവശ്യം ഈ പുള്ളിയാ പറഞ്ഞ എന്നെ അങ്ങ് കുളിപ്പിച്ചേക്കാൻ, കാല് കഴുകാൻ പറഞ്ഞു, വേണ്ട കുളിപ്പിച്ചോ. യോഹന്നാൻ, യാക്കോബ്, സ്തോത്രം, ഇവരുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കണം. ദേ ആർ സോ ക്ലോസർ ദാൻ അതേഴ്സ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് 3-4 മക്കളുണ്ടെന്നിരിക്കട്ടെ, 5 മക്കളോ 2 മക്കളോ 3 മക്കളോ എത്ര വോട്ടവർ, ആത്മാർത്ഥമായിട്ട് പേരൻറ്റ്, എവരി പേരൻറ്റ്, നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾക്കൊരു ബെസ്റ്റ് മകനോ മകളോ ഉണ്ടാവില്ലേ? നമ്പർ 1, എനിക്ക് എല്ലാവരെയും തുല്യമാണ്. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ പേഷ്യനോട് ചോദിച്ചു, ഹൂ ഇസ് ദ ബെസ്റ്റ് ചൈൽഡ്? അപ്പോൾ എന്നോട് പറയുക, വാട്ട് ക്യാൻ ഐ സേ? ഞാൻ പറഞ്ഞു, ടെൽ മീ ദ ട്രൂത്ത്. കാരണം ഒരാളുടെ പേര് മാത്രമേ കോൺടാക്ട് നമ്പറിലുള്ളൂ, 3-4 മക്കളുണ്ട്, അപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. Well, if I say one name, the 3 others will hate me. So I will say 4 of them are good for me. സത്യം അപ്പം എന്താ? If I say the truth, the 3 children will hate me. They will not come and see to me. So I will say, you all are good to me. But
ഐ നോ ഷീ ഈസ് ഗുഡ്. ആ ഒരാളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, പക്ഷേ ഇവളാണ് എൻ്റെ ആവശ്യത്തിനൊക്കെ വരുന്നത്. ഷീ ഈസ് ദ വൺ കീപ്പ് ഓൺ കോളിങ് മീ, കം ടു സീ മീ. മമ്മിക്ക് എന്തെങ്കിലും വേണോ, മമ്മ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നത് ഇവൾ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് അവളെ ഞാൻ എൻ്റെ PO ആയിട്ട് വെച്ചേക്കുന്നത്, എൻ്റെ കോണ്ടാക്ട് പേഴ്സണായിട്ട് വെച്ചേക്കുന്നത്. മക്കളല്ലാഞ്ഞിട്ടല്ല കേട്ടോ, മക്കളും പ്രിയ മക്കളുമുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മക്കളും പ്രിയ മക്കളുമുണ്ട്. അതിന് ഏത് അപ്പനും അമ്മയും ഇല്ല. രണ്ടുള്ളവരത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വെറും രണ്ടുള്ളവരാണെങ്കിൽ അത് പറയത്തില്ല, കാരണം അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഈ 3 കൂടുതലുണ്ടെങ്കിലാണ് മക്കളും പ്രിയമുള്ളൊക്കെ എത്തും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പക്ഷേ ജോയലാണോ ഏറ്റവും നല്ല, ജോലിയാണോ നല്ല? അതവർക്കറിയാം. അപ്പോൾ ഞാൻ രണ്ടെന്നങ്ങ് പറയാം അല്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഈ 3 പേരെ തിരഞ്ഞെടുത്തതിന് കാരണം ചില വിടുതൽ സംഭവിക്കണമെങ്കിൽ ചില വേർപെട്ടവനെ കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. ചിലരോട് ചോദിക്കും, ഞങ്ങളൂടെ വന്നാലോ, ഞങ്ങളെ കൂടെ കൊണ്ടുപോയാലോ? പറ്റില്ല, വിടുതൽ നടക്കത്തില്ല. ദൈവത്തിന് മഹത്വം. ഞാൻ അനുഭവസ്ഥനാ ധാരാളം കാര്യങ്ങൾക്ക്. എൻ്റെ പ്രിയ ബിജി മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഒരഭിഷക്തൻ എൻ്റെ ഭവനത്തിൽ വന്ന് രാത്രിയിൽ ആഫ്റ്റർ 12:30 പ്രാർത്ഥിക്കാൻ വന്നു. ഏത് നിമിഷവും ബിജി അവിടെ ബ്രത്ത് സ്റ്റോപ്പാകുന്ന നിലയിലുള്ള രീതിയിലേക്ക് പോയി. അന്ന് ആ ദൈവദാസൻ അവൾ കിടക്കുന്ന റൂമിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് രാത്രിയായിട്ടും. അപ്പോഴാ ദൈവദാസൻ ഒരു നല്ല പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത്, എന്നിട്ട് അദ്ദേഹം ആമേൻ പറഞ്ഞിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ഈ റൂമിൽ നിന്ന് നിങ്ങളെല്ലാം ഒന്ന് ഇറങ്ങിത്തരണം. റയിച്ചാൻ ഓർമ്മയുണ്ടാവും, അത് മോളിമാമിക്ക് ഓർമ്മയുണ്ടാവും. ഈ റൂമിൽ നിങ്ങളൊന്ന് ഉറങ്ങിത്തരണം. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ സഹായിക്കാൻ നിൽക്കുന്ന സഹോദരി വരെയുണ്ട് ആ റൂമിൻ്റെ അകത്ത് അന്നേരം. കാരണം വന്ന് പലരും എന്താ സംഭവിക്കുന്നത്, പാസ്റ്റർ എവിടാ തൊടുന്നത്, തൊട്ടാൽ എന്താ സംഭവിക്കുന്നത്, എങ്ങനെ എഴുന്നേക്കുന്നത്, ഇത് കാണാൻ നിൽക്കുന്നവരാണ് ഇവരെല്ലാം. ഇവർക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. They believe something is going to happen, but they want to see how things happen. How things happened അല്ല, however that happened, glorify his name. എങ്ങനെ സംഭവിക്കുമെന്നല്ല, എങ്ങനെ സംഭവിച്ചാലും ഇത് നടക്കും. എങ്ങനെ സംഭവിച്ചാലും ഇത് നടക്കുമെന്ന് അറിയുന്നവൻ മാത്രമേ ദൈവപ്രവൃത്തി കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ദൈവപ്രവൃത്തിയില്ല കേട്ടോ. അവസാനം പുള്ളി അതിൻ്റെ അകത്തൊരു ഷവലിങ്ങൊക്കെ നടത്തി സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഹസ്ബൻഡ് അല്ലേ? ഞാൻ പറഞ്ഞു ആന്നു. അപ്പച്ചനല്ലേ? ആന്നു. അമ്മച്ചിയല്ലേ? ആന്നു. എന്താണെന്നറിയാമോ, എനിക്കൊരു ആവശ്യഭാരമുണ്ട്. എൻ്റെ ഭാര്യയാണ്, എൻ്റെ പിതാവിന് ആവശ്യഭാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. റേച്ചാനോട് ചോദിച്ചു, ബ്രദറല്ലേ? ആന്നു. ആവശ്യഭാരമുണ്ട്, കാരണം പെങ്ങളാ. അങ്ങനെ ആവശ്യഭാരമുള്ളവരെ മാത്രം നിർത്തിയിട്ട് പറഞ്ഞു, ബാക്കിയുള്ളവർ ദയവായി ഇന്ന് ഇറങ്ങിത്തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ എല്ലാം ഇറക്കിയിട്ട് ഈ ഡോർ ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇനി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു 3 മിനിറ്റ് പോലും പ്രാർത്ഥിച്ചില്ല. കഴിഞ്ഞ 6 മാസമായിട്ട് സ്റ്റിക്കിയായിരുന്ന ഈ കൈ ഉയരുന്നത് കാണുവാൻ എനിക്കിടയായി. എന്താ ആദ്യത്തെ പ്രാർത്ഥന നടക്കാഞ്ഞേ? അതും പ്രാർത്ഥിച്ച ദൈവത്തോടല്ലേ, ഈ വ്യക്തിയുടെ വായിൽ കൂടെ അല്ലേ സംഭവിച്ചേ, ഇദ്ദേഹം തന്നെയല്ലേ കൽപ്പിച്ചേ. എന്താ ആദ്യത്തെ കൽപ്പനയൊന്നും നടക്കാഞ്ഞേ? അതിൻ്റെ കാരണം ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ഹല്ലേലൂയ ഒരേ മനസ്സുള്ള ഒരു ആവശ്യക്കാരും ഇരുന്നാൽ നടക്കും. കാഴ്ചക്കാരായിട്ട് വന്നു പോയാൽ ഒരു ദൈവപ്രവൃത്തി നടക്കില്ല, വന്നവൻ അനുഭവിക്കാനും പറ്റില്ല. ഇത് അനുഭവമാണ്. അങ്ങനെ പല അനുഭവങ്ങളുണ്ട് കേട്ടോ. ദൈവത്തിന് മഹത്വം. ഇവിടെയും സംഭവിച്ചിങ്ങനെയാണ്. എല്ലാവരെയും മാറ്റി പറഞ്ഞു, നിങ്ങൾ ഈ 3 പേര് വരാൻ പറഞ്ഞു. എന്നിട്ട് എന്തുവാ അറിയാമോ, അല്ലാതെ മറ്റാരും തന്നോട് വരാൻ താൻ സമ്മതിച്ചില്ല. ഈ സമ്മതിച്ചില്ല എന്ന് പറയുന്ന വാക്ക് മനസ്സിലാക്കണം. എന്താ ഈ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരിടത്ത് പോകുമ്പോൾ, അല്ലെ ജെയ്സൺ ഒരിടത്ത് പോകുമ്പോൾ ഈ ജോവാശ് അവരുടെ കൂടെ പോവുകയാണ്. ഇവനോട് എന്തോ പറയടാ, പോയി അവിടെ ഇരിക്കെ, നീ വരണ്ട, അമ്മച്ചിയോട് ഇരിക്കാൻ പറയും. അതല്ലേ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പോയി എന്നുള്ള സത്യമല്ലേ? ഈ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? ഇവൻ പോയി. പക്ഷേ ജെയ്സൺ അവളോട് പറഞ്ഞു, നീ അമ്മയോട് ഇരുന്നാൽ മതി, അമ്മച്ചിയോട്, ഡാഡിയുടെ അപ്പച്ചൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞു.
അപ്പോൾ ഇവൻ പോയി എന്നുള്ള സംഭവമാണ് സമ്മതിക്കാഞ്ഞ ജെയ്സനാ. അല്ലാതെ എന്നാൽ നിങ്ങൾ പോ എന്ന് പറഞ്ഞില്ല ഈ പയ്യൻ. He didn't say, oh, you people go, we are okay. No, they also trying to go with them. But God, Jesus stopped them. No need to come, please. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വല്ലവരോടും പറഞ്ഞാലോ, ഇയാൾക്ക് അയാൾ മാത്രമേ ഉള്ളൂ, ഇയാൾക്ക് ഇവർ മാത്രമേ ഉള്ളൂ, ഇല്ലേ? എന്തെല്ലാം കമൻസ് നമ്മൾ ഇറച്ചെന്നറിയാം. പക്ഷെ ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, മുട്ടുമേൽ നിൽക്കുന്നവനും കരയുന്നവനും പ്രാർത്ഥിക്കുന്നവനും വിശ്വാസമുള്ളവനും മാത്രമേ പറ്റത്തുള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാ, ഇല്ലെങ്കിൽ അനുഭവിക്കണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ഗാഡ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഹല്ലേലൂയ ഡീമനെ ഇറക്കാൻ എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ പേരൻസിനോട് പോയിട്ടുണ്ട്. അന്ന് ലാസ്റ്റ് സമയത്ത് വിളിച്ചു പറയും, ഈ ഡീമൻ ഇന്നിപ്പോൾ ഇറങ്ങിപ്പോകും, പക്ഷേ വിശ്വാസമില്ലാത്തവരും അധൈര്യമുള്ളവരും കണ്ണുനീരോടെ ദൈവസ്ഥനിൽ അഭിഷേകം ഇല്ലാത്തവരും ഇറങ്ങിയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ദേഹത്ത് വരുമെന്ന് പറയും. അതോടുകൂടി ഞാൻ ഉൾപ്പെടെ അപ്പച്ചന്മാരുൾപ്പെടെ കുറേ പേരങ്ങ് പോയി. രാത്രി ഇരുട്ടാ, ഏതോ 2 o'clock 3 o'clock ആയി കാണും. ഞങ്ങൾ ഇരുട്ടത്തിങ്ങനെ നോക്കിയിരിക്കുക. കാരണം അകത്തിരുന്നാൽ ഭൂതം നമ്മുടെ ദേഹത്ത് വരുന്നത് കൊണ്ട്. എന്നാൽ ഭൂതം വരത്തില്ലെന്ന് വിചാരിക്കുന്ന കുറേ എണ്ണ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മാതാവും എൻ്റെ പിതാവും ഇരിപ്പുണ്ട്. അവർ ശക്തമോട് പ്രാർത്ഥിച്ചു. 2:30 ആയപ്പോൾ 2:30 in the night or 3 o'clock ആയപ്പോൾ ഈ ദുരാത്മാവ് വിട്ടുപോകുന്ന കാണുവാനിടയായി. അതെന്താ? ഞങ്ങളിരുന്നാൽ പറ്റത്തില്ലയോ? പറ്റും, നീ ഭീരു, അതുകൊണ്ടാണ്. നിന്നെ നടക്കത്തില്ല. നീ എങ്ങനെ ഈ ഭൂതം വിട്ടുപോകുന്നത്? പറന്നാന്നോ എഴഞ്ഞാന്നോ ചിരിച്ചാന്നോ എന്ന് കാണാനിരിക്കുന്നത് കൊണ്ട് ഇത് പോവില്ല. കഴിഞ്ഞ 21 ദിവസമായിട്ട് 45 ദിവസമായിട്ട് പോകില്ല ഇത്. ഹല്ലേലൂയ. പോകണമെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരുവൻ ഉണ്ടായിരിക്കണം. ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുണ്ടാകണം. കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുണ്ടാകണം. വ്യക്തി ജീവിതത്തിന് ഇടിവിൽ നിൽക്കുന്നുണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യാപിക്കത്തുള്ളൂ. പ്രൈസ് യു ജീസസ്. ഇവിടെ സമ്മതിച്ചില്ല. എന്നിട്ട് എന്താ കണ്ടറിയാമോ? താഴോട്ട് വായിച്ചേ. അവിടെ വന്നപ്പോൾ ഭയങ്കര സംഭവങ്ങളൊക്കെ വലിയ വ്യത്യാസമാണ്. ഭയങ്കര കരയുന്ന ഒരു കൂട്ടർ. കാരണം കൊച്ചു മരിച്ചുപോയി. അത് റിയലായിരുന്നു, ചുമ്മാതെ കരഞ്ഞല്ലേ. കൊച്ചു മരിച്ചു. ഭയങ്കരമായ ഒരു ആരവ്, ഭയങ്കര ആൾക്കൂട്ടത്തെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനായി കരയുന്നത്? ദൈവവേദനയിലെ ഗുരു വന്നാൽ മരിച്ചത് ഉയർത്തെഴുന്നേൽക്കുമെന്ന് വ്യക്തമായി അറിയാമെന്ന് 3 പേരെയാണ് കൊണ്ടുവന്നേക്കുന്നത്. പ്രൈസ് ഗാഡ്. സാക്ഷ്യമുള്ളവനെ വേണം കൂട്ടിക്കൊള്ളാൻ കേട്ടോ. സാക്ഷ്യം, ആത്മീയ സാക്ഷ്യമുള്ളവനെ വേണം നിൻ്റെ ഫ്രണ്ട്സാക്കാൻ. അഭിഷേകമുള്ളവനെ വേണം നിൻ്റെ ഫ്രണ്ട്സാക്കാൻ. സാക്ഷ്യമുള്ളവനെ വേണം ഫ്രണ്ടാക്കാൻ. നിനക്ക് ബലം പകരുന്നതിനെ വേണം നിനക്ക് ഫ്രണ്ടാക്കാൻ. നിന്നെ വലിച്ചു താഴുന്ന ഇന്ത്യൻ ക്രാബ്സ് ഉണ്ടല്ലോ, നിന്നെ നശിപ്പിക്കും. ഇന്ത്യൻ ക്രാബ്സിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ക്രാബ്സിനെ കയറ്റി അയച്ചു. ക്രാബ്, വലിയ ക്രാബുകളുണ്ട്. പല രാജ്യത്തുനിന്ന് ക്രാബ് വന്നു. ഇന്ത്യയിലെ ക്രാബിന് മാത്രം ഡെക്കനില്ല, ടോപ്പ് ലിഡില്ല. ബാക്കിയുള്ളതൊക്കെ ലിഡിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. രാജ്യത്ത് നിന്ന് ചെല്ലേണ്ട സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വെച്ചു, ഹേ ദാറ്റ് ഈസ് സോ ഫണി, what happened? There is no lid on the Indian crabs basket. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ ക്രാബ് ഞങ്ങൾ കയറ്റി അയക്കുമ്പോൾ ലിഡ് ഇടാറില്ല. എന്താ കാര്യം? ഒരു ക്രാബ് മേപ്പോട്ട് കയറുമ്പോൾ മറ്റേതതിനെ താഴെ പിടിച്ചിട്ടുള്ളൂ, ഒരെണ്ണം പോലും കൊട്ടയ്ക്ക് വെളിയിൽ പോകത്തില്ലെന്ന്. എന്നാൽ മറ്റു രാജ്യങ്ങൾ അങ്ങനെയല്ല. അവരുടെ ക്രാബൊക്കെ ഒരെണ്ണം ചാടിയപ്പോൾ കൊട്ടെന്ന് ചോദിച്ചാൽ അടുത്തോളം ചാടി കൊട്ട എം ടി ആയിപ്പോൾ അതിനെ അടച്ചു വെച്ചിരിക്കുന്നത്. അതിനെ ഇന്ത്യൻ ക്രാബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ആത്മീയത്തിലും പല ഇന്ത്യൻ ക്രാബ്സ് ഇല്ലേ. ആത്മീയമായി വളരേണ്ടിയവനെ കുത്തിവെച്ച് പഴിപ്പിച്ച് അവനെ വേറൊരു ഷേപ്പാക്കി അവനെ ഇവനെ പോലെ ആക്കത്തില്ലേ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കണം. നമ്മുടെ അകത്തെ മനുഷ്യനെ തുറന്നു വരണം. നിന്നെ കുത്തുന്നത് വളർത്താനാണോ വാട്ടാനാണോ എന്ന് മനസ്സിലാക്കണം. നിന്നോട് ഹല്ലേലൂയ ഉള്ള ഫ്രണ്ട്ഷിപ്പ്, നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള ഫോൺ വിളി, നിന്നോടുള്ള സഹകരണം, നിൻ്റെ വീട്ടിലെ വിസിറ്റിങ് നിന്നെ വളർത്താനാണോ അതോ തളർത്താനാണോ എന്ന് മനസ്സിലാക്കണം കേട്ടോ. ദൈവത്തിൻ്റെ ശക്തമായ ആരാധന പറയുന്നത് നിൽക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് ഇത് കേട്ടോ.
ഇത് ദൈവസന്നിധിയിൽ അവസാനം വരെ ശോഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ദൈവിക ദൂത. നിന്റെ സഹോദരനെയും സഹോദരിയും ആരാണെന്ന് നീ തിരഞ്ഞെടുക്കണം. എന്നിട്ട് അവരുടെ ഹൃദയം നിന്നിൽ വരുന്നതെന്ന് മനസ്സിലാക്കണം, അവരുടെ ആത്മാവ് നിന്നിൽ വരുന്നതെന്ന് മനസ്സിലാക്കണം, അവരെ ലീഡ് ചെയ്താൽ നിന്നെ ലീഡ് ചെയ്യുമെന്ന് മനസ്സിലാക്കണം കേട്ടോ. പ്രൈസ് ഗോഡ്. എന്നിട്ട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ ഈ വെറുതെ എന്തിനായി കരയുന്നേ? കരച്ചിലൊക്കെ അങ്ങ് നിർത്ത്. ആ കൊച്ചു ഉറങ്ങുകയാണെന്നേ. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ മരിച്ചെന്ന് തോന്നുന്നത് കർത്താവിൻ്റെ കണ്ണിൽ അത് ഉറങ്ങുകയാണ്. നമ്മുടെ കാഴ്ചയിൽ, ദൃഷ്ടിയിൽ, അനുഭവത്തിൽ, സാക്ഷ്യത്തിൽ, കണ്ടതിൽ, അറിഞ്ഞതിൽ, നോക്കിയതിൽ ഇത് മരിച്ച സംഭവമാണ്. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ കണ്ണിന് മുൻപിൽ ഇത് വെറുതെ ഉറങ്ങുകയാണ്. അൺബിലീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം എൻ്റെ കർത്താവ് അങ്ങ് ബിലീവ് ചെയ്യും. കർത്താവ് ഇത് ഉറങ്ങുവാന്നേ, ഇത് ഉറങ്ങുക. എന്നിട്ട് എന്തോ പറഞ്ഞറിയാമോ? അതിനു മുമ്പ് ഇവനെ പരിഹസിച്ചു. ആ വാക്കിൻ മേലുണ്ടല്ലോ, അവരോ അവനെ പരിഹസിച്ചു. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കരം വ്യക്തമായി മനസ്സിലാക്കാത്തവൻ്റെ തൊഴിലാണ് പരിഹസിക്കുക എന്നുള്ളത്. ദൈവത്തെ ദൈവമായിട്ട് ടേസ്റ്റ് ദ ഗാഡ് ഹൗ ഈസ് ഗുഡ് എന്നുള്ള ആ ഒരു പോളിസി മനസ്സിലാക്കിയില്ലെങ്കിൽ അവന് പരിഹാസമേ ഉള്ളൂ, ചിരിയേ ഉള്ളൂ, കളിയാക്കലേ ഉള്ളൂ, അവന് മോക്കിംഗ് സ്വഭാവമേ ഉള്ളൂ. എന്നാൽ ദൈവപ്രവൃത്തി അറിയാവുന്ന ഒരുവനുണ്ട്. ഹി വിൽ ടേക്ക് ആസ് എ സീരിയസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും. ഇപ്പൊ എത്ര പേരുണ്ട്? വലിയൊരു ക്രൗഡായിരുന്നു അവിടെ. മനസ്സിലായോ? വലിയൊരു ക്രൗഡായിരുന്നു. ഇപ്പൊ ആകെ 7 പേരേ ഉള്ളൂ. ആരാ 7 പേര്? 3 ശിഷ്യന്മാർ, യേശുക്രിസ്തു, അപ്പന്, അമ്മ. പ്രൈസ് ഗാഡ്. പിന്നെ ആരാ? കൊച്ച്. ദൈവത്തിന് മഹത്വം. പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ചില ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ നാം പണ്ട് കേട്ടതുപോലെ നക്കിക്കൊടുക്കുവാൻ തയ്യാറുള്ളവനുണ്ടെങ്കിൽ അവനെയും കൊണ്ട് ആ യുദ്ധത്തിന് പോകേണ്ടത് കേട്ടോ. നാം നക്കേണ്ടതുപോലെ നക്കിക്കൊടിക്കുവാൻ തയ്യാറുള്ള ഒരുവനുണ്ടെങ്കിൽ അവനെയും കൊണ്ട് യുദ്ധത്തിന് പൊക്കോ, നീ യുദ്ധം ചെയ്യിക്കും. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതലെടുക്കണമെങ്കിൽ ദൈവസേനയിൽ അഭിഷേകമുള്ളവനെയും പ്രാർത്ഥിക്കുന്നവനെയും വിശ്വസ്തന്മാരെയും വിളിക്ക്, ദൈവം പ്രവൃത്തി നടക്കും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? തലീത കൂമി. എബ്രായ ഭാഷയത്. ഹെബ്രുവിൽ പറഞ്ഞു തമീത എന്ന് പറഞ്ഞാൽ എന്തുവാ? തമീത എന്ന് പറഞ്ഞാൽ കൊച്ചു പെണ്ണെ, കൊച്ചു കുട്ടിക്ക് വേണ്ടി പെൺകുട്ടിലേക്ക് പറയാം. നമ്മൾ അതിലെ പെങ്കൊച്ചെന്ന് പറയത്തില്ലേ, നമ്മുടെ നാട്ടിൽ പെങ്കൊച്ചെന്ന് പറയും. അതിൻ്റെ ഹെബ്രു വേർഡാണ് തമീത. അടുത്തത് ഖൂമി. എന്താ ഈ ഖൂമി? എഴുന്നേൽക്ക. കൊച്ചു പെണ്ണെ എഴുന്നേൽക്ക, ഇതാണ് അതിൻ്റെ മലയാളം. മോളെ എഴുന്നേൽക്ക, വേറൊരു ഭാഷ. മോളെ നീ എഴുന്നേൽക്കാൻ പറഞ്ഞു. ഉറങ്ങുന്നവരെയല്ലേ ഈ വിളിക്കേണ്ടത്? ഡ്യൂട്ടിക്ക് പാസ്സമായ മൈമനെ സ്കൂളിൽ പാസ്സായ എഴുന്നേക്കടാന്ന് പറയുന്നത് പോലെ ഒരു ഉറങ്ങിക്കിടക്കുന്നവരെ വിളിക്കുന്ന വിളിയല്ലേ ഈ മരിച്ചു കിടക്കുന്നതിനെ വിളിച്ചത്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ കണക്കൂട്ടിലനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത് കേട്ടോ. നമ്മുടെ കണക്കൂട്ടിലനുസരിച്ചല്ല കർത്താവ് വിളിക്കുന്നത്, ഹല്ലേലൂയ പറയുന്നത്, സംസാരിക്കുന്നത്. അവൻ്റെ ശബ്ദം പ്രത്യേകമായ. പക്ഷേ ലാസറിനെ വിളിച്ചതോ, ഹേയ് പുറത്തു വാന്ന് പറഞ്ഞു, കെട്ടഴിക്കാൻ പറഞ്ഞു. ഇവിടെയോ കൊച്ച എണ്ണിക്കിടി എന്നാണ് പറഞ്ഞത് അല്ലേ? മോളെ എണ്ണിക്കിടി. എന്നിട്ട് എന്തോ എടുത്തു? സ്തോത്രം. അവിടെ പ്രായം പറയുന്നത് 12 വയസ്സുള്ളൊരു കൊച്ച. ദൈവമക്കളോടൊരു കാര്യം ഞാൻ പറയട്ടെ, ദൈവപ്രവർത്തിക്ക് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ഈ മാർക്ക് തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. 7 മാർക്കിലെ 7:31 മുതൽ 37 വരെ ഓടിച്ചൊന്ന് വായിക്കാം.
ആ ആ അപ്പം ഒന്ന് അവൻ്റെ പ്രശ്നം മറ്റൊന്നുമല്ല, അവന് ചെവി കേൾക്കത്തില്ല. അഥവാ കേൾക്കുന്ന പോലെ എന്തെങ്കിലും തോന്നിയാലും പുള്ളിക്കാരൻ്റെ ഔട്ട് ബോക്സ് വർക്ക് ചെയ്യുന്നത് വേണ്ട രീതി പെർഫെക്റ്റ് വേർഡിലല്ല, വിക്കന. ദൈവത്തിന് സ്തോത്രം. അപ്പം കംപ്ലീറ്റ്ലി ചെവി അടിച്ചുപോയി, കേൾക്കുകയില്ല. പുറത്തു വരുന്നതോ ഇൻ ആൻഡ് ഔട്ട് ശരിക്കും വർക്ക് ചെയ്യുക, ഇന്നെന്നുള്ള സംഭവമേ വർക്ക് ചെയ്യില്ല, ഔട്ട് മാത്രം വളരെ സ്ലർ സ്പീച്ചായിട്ട്, അൺക്ലിയർ സ്പീച്ചായിട്ട് വരിക. ഇതായി ഇവൻ്റെ പ്രശ്നം. എന്നിട്ട് വന്നു അവൻ്റെ മേൽ കൈ വയ്ക്കണമെന്ന് അപേക്ഷിച്ചു. ആദ്യവും യായിറോസിൻ്റെ മകളുടെ മേൽ കൈവെക്കണമെന്ന് ആവശ്യപ്പെട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്കും ഒന്ന് പറയണ്ടേ, അപ്പാ അങ്ങയുടെ അദൃശ്യമായ കരം എൻ്റെ മേൽ ഒന്ന് വയ്ക്കണമേ. അന്ന് ദൈവം യേശുക്രിസ്തു ലൈവായിട്ട് വന്നെങ്കിൽ ഇന്ന് ഉയർത്തെഴുന്നതിന് ശേഷം പറയുന്നു, മൈ പ്രസൻസ് വിൽ ബി ഇൻ യുവർ മിഡ്സ്. എൻ്റെ സാന്നിധ്യം മതി, നിങ്ങൾ എൻ്റെ നാമത്തിലൊന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് അധികാരം തരിക, തേളുകളെയും പാമ്പുകളെയും സകല അധികാരത്തെയും ചവിട്ടുവാനുള്ള അധികാരം തരിക്കുന്ന ആ വേർഡ് മതി. ദൈവത്തിന് മഹത്വം. എന്നിട്ട് പറയുന്നു, കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി. അവൻ്റെ ഈ പണി വല്ലതും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ പോരെ? ചെവിക്കകത്ത് കൈയിട്ടു, പിന്നെ അവൻ്റെ നാവേൽ തോട്ടു. ആ ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലേക്ക് നോക്കി. അതെന്തിനായി യേശു അങ്ങനെ നെടുവീർപ്പിടേണ്ട കാര്യം? ഈ പറഞ്ഞിടത്തെങ്ങും നെടുവീർപ്പിട്ടില്ലായിരുന്നല്ലോ. ആ കൊച്ചു കിടന്ന് ഉറങ്ങുവാന്നല്ലേ പറഞ്ഞേ? ചില പ്രത്യേക വിഷയത്തിന് പിതാവായ ദൈവത്തിൽ നിന്നൊരു പ്രത്യേക ശക്തി ആവശ്യമാണ്. ഒരു പ്രത്യേക ശക്തി പ്രത്യേകമായ വിഷയത്തിൽ ആവശ്യം. താപ്പോട്ട് നോന്നു. എന്നിട്ട് പറയാണ്, അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞു. അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ ശരിയായി സംസാരിച്ചു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഓർക്കണമേ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പറയാം, അപ്പാ എൻ്റെ നാവിനെ ഒന്ന് തുടരണമേ, എൻ്റെ ചെവിയെ ഒന്ന് തുടരണമേ, കേൾക്കേണ്ട വചനം കേൾക്കേണ്ട പോലെ മനസ്സിലാക്കുവാൻ, ഹല്ലേലൂയ, അത് ദൈവശബ്ദമായി എന്നിലേക്കൊന്ന് പരിണമിക്കുവാൻ എൻ്റെ ചെവിയെ ഒന്ന് തുടരണമേ. ഹല്ലേലൂയ. അത് പുറത്തു വരുമ്പോൾ അങ്ങേക്ക് ഹിതമുള്ള വാക്കായി പുറത്തു വരുവാൻ, ലെറ്റ് ഇറ്റ് ബി ക്ലിയർ വേർഡ്, ടച്ച് മൈ ടങ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ അധരത്തെ ഒന്ന് തുടരണമേ. Praise you, Jesus. എന്നിട്ട് അടുത്തത് വായിക്കുന്നറിയാമോ? ഇതാരോടും പറയരുതെന്ന് പറഞ്ഞൊരു വാണിംഗ് ഒക്കെ കൊടുത്തു. പക്ഷേ വിടുതൽ വിട്ടിയവൻ എവിടെ മൗനമായിരിക്കാനാ? പലരും ഒരു ദൈവവൈദ്യന്റെ വിടുതൽ കിട്ടിയ ദൈവവൈദ്യൽ മിണ്ടാല്ലേ, ആരോടും പറയരുത്, നീ പ്രാർത്ഥനയ്ക്കൊന്നും പോകണ്ട എന്ന് പറയുമ്പോഴും ഇവൻ എന്തോ അവസാനം ചെയ്തതെന്തുവാ? ഇവനോട് എത്രയും കൽപ്പിച്ചുവോ ഈ പുള്ളി അതിൻ്റെ ഡബിൾ പോയി അങ്ങ് സാക്ഷ്യം പറഞ്ഞു. അതുകൊണ്ട് ദേശമെല്ലാം അറിഞ്ഞു. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളോട് ഞാൻ പറയട്ടോ, ദൈവത്തിൻ്റെ കരം, ഹല്ലേലൂയ, ഇന്നും ദൂരത്തല്ല, അത് അടുത്ത് തന്നെയാണ് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ ഓടിച്ചെന്ന് പറയാം. ഹല്ലേലൂയ. 38 വർഷമായിട്ട് ജോൺ ചാപ്റ്റർ 5 വേർഡ്സ് 1 to 7, 38 years ആയിട്ട് കിടന്ന ഒരിടത്ത് ഈ ഗുരു ഒന്ന് ചെന്ന് കേട്ടോ. ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? ചിലതിനെ സെപ്പറേറ്റ് ഇരുത്തിയിരിക്കുക. ഇതിനെ എല്ലാം കൂടെ ഇരുന്നാലുള്ള കുഴപ്പം എന്തായിരിക്കും അറിയാമോ? ഒരുത്തൻ ചുമയ്ക്കും, ഒരുത്തൻ വലിഞ്ഞു നടക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഓരോ ഡോറ് കൊടുത്തു, നിങ്ങൾ അവിടെ ഇരുന്നോളാൻ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി, ഓരോ സൈസുകൾ. എന്നിട്ട് അതിൽ ഒരു ദൂതൻ ഇറങ്ങി കലക്കും. എന്നിട്ട് ആ കലങ്ങുന്ന സമയത്ത് ആദ്യമേ ഒരുത്തൻ ഇറങ്ങും.
ആ ഇറങ്ങുന്നവൻ ഏത് രോഗിയാണെങ്കിലും സൗഖ്യമാവും. എന്നാൽ ഈ 38 വർഷമായിട്ട് ഇവിടെ ഒരു അച്ചായൻ ഇരിക്കുക. വർഷങ്ങൾ പറയാൻ ഒത്തിരിയുണ്ട്. പക്ഷേ ഇന്ന് വരെ പുള്ളി ഇവിടുന്ന് എഴഞ്ഞെഴഞ്ഞ് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷവും വന്നു പോയവരിൽ ഈ പുള്ളിയാണോ ഏറ്റവും വലിയ രോഗിയെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ദൈവമക്കളെ, എത്ര കാല് രണ്ടും ഒന്നുമില്ലെങ്കിലും, രണ്ട് കൈയും ഇല്ലെങ്കിലും, ഉരുണ്ടുരുണ്ടാന്നേലും അങ്ങനെ പോകാനുള്ളതൊക്കെ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 38 വർഷം കിട്ടിയ ആ മെത്തയും ആ സാഹചര്യങ്ങളൊക്കെ വിട്ടുപോകാൻ ഭയങ്കര പാടാണ്. സംഭവം ഇതേന്നൊക്കെ എണ്ണിച്ച് ഒരു പരുവത്തിലൊക്കെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കിന് വേറൊരുത്തിന് എടുത്ത് ചാടിക്കളയും. നമ്മുടെ ആത്മീയ ജീവിതം പലപ്പോഴും അങ്ങനെയാണോ? നമ്മുടെ കംഫോർട്ട് സോണ് അതെന്തുമായിക്കോട്ടെ, നമ്മുടെ ബെഡാകട്ടെ, കുഞ്ഞുങ്ങളാവട്ടെ, ജോലിയാകട്ടെ, ഭവനമാകട്ടെ, AC റൂമാകട്ടെ, ഹീറ്റിംഗ് റൂമാകട്ടെ, വാട്ട് എവർ ആ കംഫോർട്ട് സോണൊക്കെ ഒന്ന് ഇട്ടിട്ട്, ഇന്നലെ രാത്രിയിൽ സത്യം പറഞ്ഞാൽ കിടന്നത് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ലെന്ന് പറയുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ? എന്നാൽ അതുകൊണ്ട് ഉറങ്ങാഞ്ഞുകൊണ്ട് പിന്നെ രാവിലെ അങ്ങോട്ട് എണ്ണിക്കാനേ തോന്നിയില്ല. എണ്ണിച്ചു വന്നപ്പോഴത്തേക്കിന് ആരാധനയും കഴിഞ്ഞു. ദൈവത്തിന് മഹത്വം. എത്രയോ ജീവിതങ്ങളുടെ സാക്ഷ്യം അങ്ങനെ പറയുന്നുണ്ടെന്നറിയാമോ? ഒരു കാര്യം മനസ്സിലാക്കണേ, നാളുകളായിട്ട് ഇതാ പണി. എന്താണെന്നറിയാമോ? ഈ കിടക്കുന്ന മെത്തേന്ന് എണ്ണിച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് മുമ്പ് വേറൊരുത്തം കൊണ്ടുപോയി അത് കൊണ്ടുപോകളെ. എന്നാൽ ഇന്നൊരു തീരുമാനമെടുക്കണം. അപ്പാ, ഞാനായിരിക്കും ആദ്യത്തെ വ്യക്തി. ദൈവസ്ഥനിൽ മുട്ടുമടക്കാൻ ഞാൻ ആദ്യം ഉണ്ടാവും. ദൈവസ്ഥനിൽ കരയാൻ ഞാനുണ്ടാവും. ദൈവസ്ഥനിൽ ഉപവസിക്കാൻ ഞാനുണ്ടാവും. ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ ഞാനുണ്ടാവും. ഹല്ലേലൂയ. നീ ആദ്യം റെഡി ടു ഗോ, ദെൻ ഗാഡ് വിൽ ഡു മിറക്കിൾ. ഹല്ലേലൂയ. എന്നാൽ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. ഈ 38 വർഷം ഈ ഗുരുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. വിടുതൽ നടക്കും കേട്ടോ, ബട്ട് ദ ടൈം പീരീഡ് ഈസ് ലോങ്. മനസ്സിലായോ? ഇഫ് വി ആർ നോട്ട് ആക്ട് ഓൺ ടൈം, there is a blessing, but that blessing can be taken longer 38 years. ദൈവത്തിന് മഹത്വം. എന്നിട്ട് താഴോട്ട് പറയാണ്, ഈ ഗുരു കണ്ടിട്ട് ഏറെ കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. 14-ാം വാക്യം കൊണ്ടൊന്ന് വാ. അവിടെ പ്രശ്നം ഇത് ഇത്രയേ ഉള്ളൂ. എൻ്റെ കുഴപ്പമല്ല, എൻ്റെ പ്രശ്നം അവൻ്റെ പ്രശ്നമാണോ? ഞാൻ റെഡിയാണ്. പക്ഷേ എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല. എൻ്റെ ചോദ്യം ഇവനോടുള്ളത്, നീ എങ്ങനെയെങ്കിലും ഇറങ്ങിയെങ്കിൽ തിരിച്ചു കയറി വരുന്ന എങ്ങനെയാണെന്നൊരു ഭയമുള്ളതുകൊണ്ടല്ലേ നീ ഇറങ്ങാൻ പലപ്പോഴും മടിച്ചത്. Am I right? He may be crumbled person. ശിവൻ്റെ മനസ്സിൽ ഇത് ഇറങ്ങി സംഭവം തിരിച്ച് എനിക്ക് കയറ്റാൻ ആരുമില്ല, ഇത് കയറാൻ പറ്റിയില്ലെങ്കിലെന്നുള്ള ഈ 38 വർഷത്തെ ഭാരം ഉണ്ടാകും മനസ്സിൽ. എന്നാൽ ഇവൻ ആദ്യം മനസ്സിലായിരിക്കണമായിരുന്നു, ഇവൻ ഇറങ്ങുന്ന പോലെ അല്ല കയറി വരുന്നത്. കാല് മടങ്ങിയിരുന്നവൻ ഇറങ്ങുമ്പോൾ കാല് നൂന്നവനായിട്ടാര് കയറി വരുന്നു എന്നുള്ള കാര്യം ഈ പുള്ളിക്ക് ബൾബ് കത്തിയിട്ടില്ല. അപ്പോൾ പുള്ളി പറയുക, എന്നെ ഇറക്കാൻ ആരും ഇല്ലായിരുന്നു. പ്രൈസ് ഗാഡ്. ഇറങ്ങുന്നു. യേശു പറഞ്ഞു, നിന്റെ ഈ കിടക്കിയ പ്രശ്നം, നിന്റെ ഈ കിടക്കിയ പ്രശ്നം. ദൈവത്തിന് മഹത്വം. പല കിടക്കുകളും നമ്മുടെ കംഫോർട്ട് സോണുകൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ദൈവപ്രവർത്തിക്ക് വേണ്ടിയും നാം വിട്ടുകൊടുക്കണം. പ്രൈസ് ഗാഡ്. നല്ല മെത്തയിൽ ഒത്തിരി നേരം കിടക്കരുത്, എണ്ണിച്ച് പ്രാർത്ഥിക്കണം. ആരാധനകളെല്ലാം ഉണ്ടെങ്കിൽ വരണം. സുഖമാണെന്നും പറഞ്ഞ് കിടന്നു കളയരുത്. കാരണം 38 വർഷം പിന്നെ നോക്കിയിരിക്കേണ്ടി വരും. ഇത് ഒരു നിമിഷത്തെ പണിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ നിമിഷം കൊണ്ട് ദൈവം ഇടപെട്ടേനമായിരുന്ന ഈ വിഷയത്തിൽ 38 വർഷമായിട്ട് സംഭവിക്കാൻ എന്തറിയാമോ? കർത്താവ് പറഞ്ഞെന്തറിയാമോ? ഇനി ആ മെത്തയിൽ ആരും കിടക്കാൻ സമ്മതിക്കത്തില്ല. ആ മെത്ത ഇങ്ങെടുത്തോളാൻ പറഞ്ഞു. കാരണം ഇത് നല്ല സുഖമുള്ള ഈ സംഭവം ആരാണ്ട് കൊടുത്തായിരിക്കും. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നീ ആ മെത്ത ഇട്ടിട്ട് കർത്താവ് ആക്ച്വലി പറയണമെന്തറിയാമോ? ഇതിട്ടിട്ട് പോകാനല്ലേ പറയണ്ടേ? നീ എണ്ണിച്ച് വരാൻ പറയണം. കർത്താവ് പറഞ്ഞു, നിൻ്റെ മെത്ത കാരണം ഇനിയും നിൻ്റെ മെത്ത മൂലം പലരും നിന്നെപ്പോലെ ലേസി ആകും. അടുത്ത വീണ്ടും ഇന്ന് സൗഖ്യമാകാണ്ട് പലരും അടുത്ത 38 വർഷത്തിനകത്ത് കിടത്തേണ്ടി വരും. നിൻ്റെ ഈ മെത്തയാണ് പ്രശ്നം, അതുകൊണ്ട് അതുകൂടി ഇങ്ങനെ എടുത്തോളാൻ പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മളെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം ചെയ്യുന്ന എന്തുണ്ടോ അതെടുത്ത് കൊണ്ടുപോകണം കേട്ടോ. ജോലിയാണോ,
സമയമാണോ, വണ്ടിയാണോ, കുഞ്ഞുങ്ങളാണോ, മെത്തയാണോ, റൂമിൻ്റെ കംഫോർട്ടാണോ, അൺകംഫോർട്ടാണോ, വട്ടെവർ, കംഫോർട്ട് ഓർ അൺകംഫോർട്ട്, ഇന്ന് പകൽക്കാലം ദൈവസ്ഥനിൽ തീരുമാനമെടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദൈവം കഴിഞ്ഞിട്ടുള്ളത് മാത്രം മതി എനിക്ക്. കാരണം ഈ ഗുരു വരുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ ഈ ഗുരു വരും, ഈ ടീച്ചർ വരും, ഹല്ലേലൂയ, ഈ മാസ്റ്റർ വരും, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങും. നീ കണ്ടിട്ടില്ലാത്ത അദൃശ്യമായ കരം നിൻ്റെ മേൽ സ്പർശിക്കണമെന്നുണ്ടെങ്കിൽ, നീ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ബി റെഡി. ഹല്ലേലൂയ, നീ വിടേണ്ടതൊക്കെ വിട്ട് കഴിഞ്ഞിട്ട്, ഹല്ലേലൂയ, നീ ഇത്രയും നാളത്തെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കാതെ, നീ ഇത്രയും നാൾ ഹല്ലേലൂയ കിടന്ന മെത്തയെ നോക്കി കിടക്കാതെ, ഹല്ലേലൂയ, നിൻ്റെ നന്മയെ ഓർത്ത് നീക്കാതെ എൻ്റെ ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വാ. എൻ്റെ അപ്പന് ഹല്ലേലൂയ നമ്മളെ കൈക്ക് പിടിച്ച് ഒരു വാക്കുകൊണ്ട് അവൻ സംസാരിക്കാൻ തക്കവണ്ണം ഉണ്ട്. പ്രൈസ് ഗാഡ്. കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ഗാഡ്. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? കണ്ടോ? നോക്കൂ. ഇതിനാ പിന്മാറ്റം എന്ന് പറയും. 14-15 വാക്യം വായിക്കുമ്പോൾ അറിയാം, ഇവൻ അവൻ്റെ പണിക്ക് പോവുകയല്ലായിരുന്നു, അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് എന്നെ സൗഖ്യമാക്കുന്നതിൻ്റെ മുഖം കാണുവാൻ. ദൈവം ചെയ്ത നന്മയ്ക്ക് ഒത്തവണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കണം.